ഇത് ഫ്രീ മീഡിയ കേരള. ഞാൻ നിങ്ങളുടെ സ്വന്തം അമർജിത്ത് വി ഗോപാൽ. അപ്പൊ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ മൂവി മറ്റൊന്നുമല്ല, ആവേശം എന്ന മൂവിയാണ്. അപ്പൊ ആവേശം എന്ന മൂവി ഏറ്റവും പുതിയ മൂവിയാണ്. ഈ മൂവി കാണാൻ പോകാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോമാഞ്ചം. അപ്പൊ രോമാഞ്ചം ടീം തന്നെയാണ് ഈ മൂവി ചെയ്തിരിക്കുന്നത്. അതായത് ജിത്തു മാധവൻ ഡയറക്ടർ, പുള്ളിയുടെ തന്നെ പടമായതുകൊണ്ടാണ്. പിന്നെ ഏകദേശം ആ ഒരു ടീമൊക്കെ തന്നെയായിരുന്നു ഇതിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ സിനിമ കാണാൻ പോകുന്നത് വിചാരിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഈ മൂവിയുടെ പോസിറ്റീവ് സൈഡ്സിലേക്ക് നമുക്ക് കടക്കാം. ഈ മൂവിയുടെ പോസിറ്റീവ് സൈഡ്സ് എന്ന് പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ഫഹദ് ഫാസിൽ തന്നെയാണ്. ഫഹദ് ഫാസിലിൻ്റെ അഴിഞ്ഞാട്ടം തന്നെയാണ് ഈ സിനിമയിൽ നടന്നത്. ഒന്നും പറയാനില്ല. ഒരു ടിപ്പിക്കലായ ഒരു സൈക്കോ, ഇമോഷണൽ സൈക്കോ, പാവപ്പെട്ട സൈക്കോ എന്നൊക്കെയാണ് ഞാൻ വിശേഷിപ്പിക്കുന്നത് ഇത് ചെയ്യുന്നത്. അതുപോലത്തെ ഒരു ടിപ്പിക്കൽ പുള്ളിയാണ് ഈ സിനിമ ആയിട്ട് അവസാനം വരെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അത് നല്ല ഒരു നമുക്കൊരു മടുപ്പ് വന്നാത്ത രീതിയിൽ നല്ലപോലെ ചെയ്തിട്ടുണ്ട് സംഭവം. ഇതൊരു ചെയ്തിട്ടുണ്ട്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും പോസിറ്റീവായിട്ട് ഞാൻ കണ്ടത്. അതുപോലെ തന്നെ സൈജു ഗോപു എന്ന് പറയുന്ന ആക്ടർ, രംഗണ്ണൻ, എൻ്റെ പൊന്നോ, രംഗണ്ണൻ ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ പുറം പുള്ളി അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ല. പുള്ളി ഇപ്പോഴും ഇങ്ങനെ രംഗണ്ണ എന്ന് വിളിച്ച് ഭാഗത്തിന്റെ പറയാണ്. പുള്ളി വേറെ ലെവലായിട്ട് അതിനകത്ത് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മൻസൂർ അലി ഖാൻ ഉണ്ടായിരുന്നു. മൻസൂർ അലി ഖാൻ ഈ ഫഹത്തിന്റെ എതിരായിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. എതിരായിട്ടുള്ള ഗ്യാങ്സ്റ്ററാണ്. അപ്പോൾ പുള്ളി നല്ല രീതിയിലൊരു റോൾ ചെയ്തിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഉള്ളത് ആശിഷ് വിദ്യര, പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു. പിന്നെ പൂജ രാജ്, പുള്ളിക്കാരത്തെ ഒരു കഥാപാത്രം ഇതിൻ്റെത്. അതിൻ്റെ പുള്ളിയുടെ ചേന സേനയ്ക്ക് എനിക്ക് വളരെ ഇഷ്ടമായി. ഇവരൊക്കെ പേടിച്ചിട്ട്, ഞാൻ കഥ പറയുന്നില്ല, ഈ ഹിസ്റ്ററും ഇവരൊക്കെ ഒരുമിച്ച് ഇങ്ങനെ കടന്നു ഒരു രംഗമുണ്ട്. അതൊക്കെ ഉഗ്രനായിരുന്നു, ഒന്നും പറയാനായിരുന്നു. അതുപോലെ തന്നെ ഹിസ്റ്റർ പുള്ളി എനിക്ക് തോന്നുന്നത് നല്ലൊരു ഓപ്പണിംഗ് കിട്ടിയേക്കണെന്ന് തോന്നുന്നു. കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് ആള് ആക്ടിങ് കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പുള്ളി കൊടുക്കുന്ന മിഥുൻ ജയശങ്കർ, ഓന്റെ പൊന്നു വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ആക്ടിങ് ആയിരുന്നു. ഇവര് 3 പേരിൽ ആരെ സ്കോർ ചെയ്തെങ്കിൽ നിങ്ങളാണ്. നിങ്ങളുടെ ആ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു ഫോർമേഷൻ ഉണ്ട്, അതൊക്കെ അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. ഭഗത്തിനോട് എതിർത്ത് സംസാരിക്കുന്ന ആ സീനൊക്കെ അതൊക്കെ വമ്പനായിരുന്നു സംഭവം. അവിടെ തൊട്ട് നിങ്ങൾ അങ്ങോട്ട് നിങ്ങളുടെ ഇതേ പേസേ മാറുമായിരുന്നു. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ റോഷൻ ഷാനവാസ്, ഇവരുടെ കൂടെ ഒരു ടീം തന്നെയാണ്. പുള്ളിയും വലിയ കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ ഒരു നല്ല ഇത് തന്നെയായിരുന്നു. പിന്നെ ഇതിന്റെ പോസിറ്റീവ് സൈഡായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ ഒരു മ്യൂസിക്കാണ്. അതുപോലെ തന്നെ ഫൈറ്റൊക്കെ ഒക്കെ അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ലായിരുന്നു. അതുപോലെ എഡിറ്റിങ്ങും അടിപൊളിയായിരുന്നു. ഇതൊക്കെയാണ് ഇത്രയും ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് തോന്നുന്നത്. എനിക്ക് ഈ സിനിമയുടെ നെഗറ്റീവ് സൈഡായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ സിനിമ എല്ലാവർക്കും അങ്ങോട്ട് ദഹിക്കണമെന്നില്ല. ഇതൊരു ന്യൂ ജനറേഷൻ ടൈപ്പ് സിനിമയാണ്. അല്ല, പഴയ കോളേജ് കാലഘട്ടം, സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഓരോ നമ്മുടെ ഗ്യാങ്ങിന്റെ ലീഡർ, അല്ലെ ഒരു ഗ്യാങ് ഉണ്ടാവും, അവന്റെ പേരും പറഞ്ഞ് നമ്മളിങ്ങനെ വലിയ അടിയും പിടിയൊക്കെ നടന്നിട്ടുള്ളവർക്കാണ് ഇത് പെട്ടെന്ന് എൻഗേജ് ആകാനുള്ള സാധനങ്ങൾ, പെട്ടെന്ന് കത്താൻ സാധ്യതയുണ്ട്. അത്രയ്ക്ക് മനസ്സിലാകത്തില്ല. ഇപ്പൊ ഉദാഹരണത്തിനാണെങ്കിൽ ഞാൻ പഠിച്ച സമയത്തൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ ചുറ്റും. അവരുടെ ആൾക്കാരാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് നമ്മളെ പേടിപ്പിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള സിനിമ ഭയങ്കരമായിട്ട് ഇതാവും. നമുക്കവരെ ഭയങ്കര പേടിക്കുകയാണ് ആ സമയത്ത്. നമ്മൾ ഒരാളുടെ ആളൊക്കെ ആയിരുന്നു. ആ ഒരു ടിപ്പിക്കലായിട്ട് ഇന്നയാളുടെ ആളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബാക്കിയുള്ളവർ പേടിക്കും, നമ്മൾ ഇടിക്കൊന്നുമില്ല, നമ്മൾ ദ്രോഹിക്കില്ല, മിണ്ടാതെ പോകും, നമ്മളെ പേടിച്ച് നിൽക്കും. ആ ഒരു ടിപ്പിക്കൽ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ക്വാളിറ്റി ഗ്യാങ് അല്ലെങ്കിൽ ലോക്കൽ സപ്പോർട്ട് അതൊക്കെ അറിയാവുന്നവർക്ക് ഈ സിനിമ പെട്ടെന്ന് കത്താൻ സാധ്യത. അല്ലാതെ ഇതൊരു ടിപ്പിക്കൽ ന്യൂ ജനറേഷൻ സിനിമ തന്നെയാണ്. അല്ലാതെ ഇതൊരു ഒരു എന്താ ഒരു കുടുംബജനത്തിനെ കാണാൻ വരുന്ന ആൾക്കാർക്കും, അല്ലെങ്കിൽ ഒരു നല്ലൊരു കലാമൂല്യമുള്ള സിനിമ കാണാൻ വരുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. ഇതൊരു വൈഡ് മൂഡിൽ കാണാൻ വരുന്നവർക്ക് മാത്രമേ ഇതുള്ളൂ കാണാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ഇത് മനസ്സിലാവാനുള്ള സാധ്യത. ആ ലെവലിലുള്ള സിനിമ അവർക്ക് പെട്ടെന്ന് ഇത് കത്തും സിനിമ, അല്ലാത്തവർക്ക് കത്തത്തില്ല. അത് 100% പറയാം. ഇതൊരു ടിപ്പിക്കൽ ന്യൂ ജനറേഷൻ സിനിമ തന്നെയാണ്. പിന്നെ ഫസ്റ്റ് ഹാഫിലൊക്കെ തന്നെ ഈ ഹിപ്സ്റ്ററുടെയും നമ്മുടെ ഇതിൻ്റെയും ഷാനവാസിൻ്റെയൊക്കെ
ആഹ് അഭിനയം കണ്ട ടൈമിൽ ഞാൻ എൻ്റെ ഒരു കോളേജ് ലൈഫ് കുറച്ചൊക്കെ ആലോചിച്ച് പോയി. അത് എനിക്ക് ഒരു ടിപ്പിക്കലായിട്ട് എനിക്ക് എൻ്റെ കോളേജ് ലൈഫ് റിലേറ്റ് ചെയ്യാൻ പറ്റി. ആഹ് അത് കൊള്ളായിരുന്നു. അതുപോലെ തന്നെ ഇവര് ഈ സിനിമയ്ക്കകത്ത് പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ ബാംഗ്ലൂരിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബാംഗ്ലൂർ എല്ലാവരും വെള്ളടിക്കാനാണെന്നും കഞ്ചാവാണെന്നൊക്കെ പറഞ്ഞു. ഇതിനകത്ത് ഫുൾ എല്ലാവരും വെള്ളടിയാണ്. ആദ്യം തൊട്ട് അവസാനം വരെ വെള്ളടിയാണ്. വേറെ ഒരുത്തനെ പോലും വെള്ളടിക്കുന്ന ഒരാളെ കാണില്ല. അതെനിക്ക് ചെറിയൊരു നെഗറ്റീവായിട്ട് തോന്നി. പക്ഷെ അത് നെഗറ്റീവ് എന്ന് പറയുന്നത് സിനിമ അതിന്റെ ആസ്വാദനത്തൊന്നും ബാധിച്ചിട്ടില്ല. അതേ ഉള്ളൂ ഒരു നെഗറ്റീവായിട്ട്. ഒരു സ്ഥലത്ത് ഒരു ടിപ്പിക്കലായിട്ട് അങ്ങനെ തന്നെ കാണിച്ചു. അതൊരു നെഗറ്റീവ് ആയിരുന്നു. പിന്നെ പറയാനാണെങ്കിൽ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് എപ്പോഴും കൊണ്ടുവരുന്നൊരു ഒരു ഗുണ്ട ആയിട്ടല്ല പകത്ത് വന്നിരിക്കുന്നത്. ഒരു ടിപ്പിക്കൽ സൈക്കോ ഇമോഷണൽ ഒരു പ്രത്യേകതരം. എപ്പ പുള്ളിയുടെ സ്വഭാവം മാറല്ല, എപ്പ ഇതാവുന്നുള്ളതൊന്നും. അതും അമ്മയെ സ്നേഹിക്കുന്ന ഒരു ഗുണ്ട, ആ ഒരു ടൈപ്പ് കഥാപാത്രമാണ്. അവരുടെ ഇടയിൽ ഇവര് അകപ്പെടുകയും പിന്നെ ഉണ്ടാകുന്ന രസകരമായ സംഭവമാണ് സിനിമ. അപ്പൊ സിനിമ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇത് ആര് കാണണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂ ജനറേഷന് പോകപ്പുള്ളൂ. ബാക്കി ഇപ്പം സാധാ കുടുംബ ചിത്രം പ്രതീക്ഷിച്ച് വരുന്നവർക്കും അല്ലെങ്കിൽ കലാമൂല്യമുള്ള സിനിമ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ ബുദ്ധിജീവികളൊന്നും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ പിടിക്കില്ല. നല്ല ടിപ്പിക്കലായിട്ട് മാസ് അല്ലെങ്കിൽ പൊളി വൈബുള്ളവർ വന്ന് കാണുവാണെങ്കിൽ സിനിമ അടിപൊളിയായിട്ട് അവർക്ക് തോന്നും. അല്ലാത്തവർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടാവില്ല. എന്താണ് മൂവി റിലീസ് ചെയ്തിരിക്കുന്നത്? തൊട്ടടുത്ത തിയേറ്ററിലാണ്. കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്റെ കമന്റ് രേഖപ്പെടുത്തുക. എനിക്ക് നിങ്ങളോടൊന്നേ പറയാം, വൺ ലൈഫ് വൺ ഡ്രീം വൺ ഫാഷൻ. താങ്ക് യു.